ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജിത സുപ്പോസ് ഒഫീഷ്യൽ. അപ്പൊ ഇന്ന് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ഇവിടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്തതിന്റെ 7th ഡേ ആണ്. അപ്പോൾ ഏകദേശം ഒരു 9 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അപ്പൊ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് വെച്ചാൽ ഈ ഒരു റോഡ് തൊട്ടേ ക്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അത്രയധികം ആൾക്കാർ ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ട്രിവാൻഡ്രത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ട്രിവാൻഡ്രത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആറ്റുകാലിലേക്ക് ഇഷ്ടം പോലെ പേരാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ആറ്റുകാല്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആൾക്കാർ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാ നമ്മളിതാ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ നീണ്ട ക്യൂ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇതിന്റെ പുറത്ത് നിന്ന് തൊഴുവാനായിട്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അവിടെ പോയിട്ട് പുറത്ത് നിന്ന് തൊഴുവാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ 3 വേദികളിലായിട്ട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പകലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അംബിക, അംബാലിക എന്ന് പറയുന്ന 3 വേദികളിലായിട്ട് ഡാൻസും മ്യൂസിക്കും എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിൽ ഒരു വഴിയുണ്ട്, ആ ഒരു വഴി അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് കയറുവാണ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ രാവിലെ തൊട്ട് ഉത്സവത്തിന്റെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ രാത്രി വരെ ഇവിടെ പരിപാടികൾ ഉണ്ടാവും. അങ്ങനെ നമ്മളിതാ ഇതിനകത്ത് പുറത്ത് നിന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പുറത്തായിട്ട് തന്നെയാണ് ദേവിയെ കാപ്പ് കെട്ടി ഇരുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടുത്തെ അടുത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പഴയിടം റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തിരക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ അമ്മയുണ്ട്, അനിയത്തിമാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിത് ആ പഴയുടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് വെച്ചാൽ അത് മസാല ദോശ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ പഴയിടത്തിലെത്തി മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മസാല ദോശയ്ക്ക് മറ്റു മസാല ദോശകളിൽ നിന്ന് വേറിട്ടൊരു ടേസ്റ്റാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പേഴ്സണലി എനിക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയൊക്കെ വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ നിന്ന് കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങരയാണ് കറക്റ്റ് സ്പോട്ട് വരുന്നത്. അവിടെ വന്നിട്ട് ഇവിടെ ഒരുപാട് കലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കലങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വിലക്കുറവുകളും ഉണ്ട് കേട്ടോ കലങ്ങൾക്ക്. അപ്പോൾ കലങ്ങൾ മാത്രമല്ല, മണ്ണിൻ്റെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാത്രങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ രാമചന്ദ്രയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാമചന്ദ്രയിലും പൊങ്കാലയായിട്ട് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പൊങ്കാലയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള സാരികളും അതുപോലെ തന്നെ കോട്ടൺ ചുരിദാറുകളും എല്ലാം ഈ ഒരു രാമചന്ദ്രയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ രാമചന്ദ്രയിൽ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ കലങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് ഭയങ്കര എന്താ പറയുക, ഇവിടെ നല്ല വിലക്കുറവിന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിന് കലങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.